ബൌളിംഗിൽ വരുൺ ചക്രവർത്തി ആയിരുന്നു ഇന്ത്യയുടെ എക്സ് ഫാക്ടർ. സ്ലോവർ ബോളുകൾക്ക് മുന്നിൽ നമീബിയ ബാറ്റർമാർ പതറുന്നത് കണ്ടാണ് ക്യാപ്റ്റൻ സൂര്യ വരുൺ ചക്രവർത്തിയെ പന്തെറിയാൻ കൊണ്ടുവന്നത്. ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് നേടി ആ വിശ്വാസം വരുൺ കാത്തു. 2 ഓവറിൽ 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റാണ് താരം നേടിയത്. 29 റൺസുമായി ഗുഡ് ടച്ചിലായിരുന്ന ലോറൻസ് സ്റ്റീൻക്യാമ്പിന്റെ അടക്കം വരുൺ എടുത്ത വിക്കറ്റുകളെല്ലാം നിർണായകമായിരുന്നു. അക്ഷർ പട്ടേലും ഹർദിക് പാണ്ഡ്യയും റൺസ് കൂടുതൽ വിട്ടുകൊടുക്കാതെ 2 വിക്കറ്റുകൾ നേടി. 3 ഓവർ എറിഞ്ഞ് 12 ഇക്കണോമിയിൽ 36 റൺസ് വഴങ്ങിയ അർഷദീപിന് മാത്രമാണ് അടി കിട്ടിയത്. ഇന്ത്യ ഉയർത്തിയ 210 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നമീബിയ 116 റൺസിൽ ഓൾ ഔട്ട് ആയപ്പോൾ പിറന്നത് മറ്റൊരു ചരിത്രം കൂടിയാണ്. 93 റൺസിന്റെ വിജയം എന്നത് ഇന്ത്യയുടെ റൺസ് അടിസ്ഥാനത്തിൽ 2020 ലോകകപ്പിൽ ഏറ്റവും വലിയ വിജയം കൂടിയാണ്. T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി 10 വിജയം നേടുന്ന ആദ്യ ടീമായി കൂടി മാറി ഇന്ത്യ ഈ വിജയത്തോടെ. ഗ്രൂപ്പിൽ ആദ്യ മത്സരത്തിൽ USA-യുമായും 2ാം മത്സരത്തിൽ ഇപ്പോൾ നമീബിയയുമായും വലിയ വിജയം നേടിയ ഇന്ത്യക്ക് ഇനിയാണ് ശരിക്കുമുള്ള പരീക്ഷണം വരുന്നത്. ഫെബ്രുവരി 15-ന് പാകിസ്ഥാനാണ് ആ എതിരാളി. സമീപകാലത്ത് ഇന്ത്യക്ക് പറ്റിയ വെല്ലുവിളി ഉയർത്താൻ അയൽക്കാർക്കായിട്ടില്ലെങ്കിലും ടൂർണമെന്റിൽ ഇതുവരെ മികച്ച നിലയിലാണ് അവർ കളിക്കുന്നത്. കൂടാതെ ഇന്ത്യയുമായുള്ള കളി ബഹിഷ്കരിക്കുന്നതിലേക്ക് വരെ എത്തിയ വിവാദ കോലാഹലങ്ങളും ഈ പോരാട്ടത്തിന് കൂടുതൽ വീറും വാശിയുമേറ്റും.